ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു പേരയ്ക്കാക്കറി ഉണ്ടാക്കാൻ പോയേ. പേരയ്ക്കാക്കറിക്ക് ഒരു സ്പെഷ്യലും കൂടെ ഉണ്ട്. കാരണം ഇത് എൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന് പിച്ചിയ പേരയ്ക്കാട്ടോ. ഒരു കുട്ടി പേരയ്ക്കപ്പോൾ ഉണ്ട്. ഒരു ചെറിയൊരു ചെടിയുടെ അത്രയേ ഉള്ളൂ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് നല്ല വിളഞ്ഞിട്ടുണ്ട്. വലിയ മധുരമൊന്നും കാണും, ചെറിയൊരു പുളി പോലെ മധുരം കാണും. അപ്പോൾ ഇതുകൊണ്ട് ഒരു കറി വെക്കാനായിട്ടേ. ഇത് ഈ കുരു ശകലം ഇങ്ങനെ അങ്ങനെ കളയണേ. എന്നിട്ട് ഈ കഷ്ണങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ കഷ്ണമായിട്ട് മുറിച്ചിടണേ. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ചെയ്യട്ടെ. നമ്മളെ പേരയ്ക്കയെല്ലാം ഇതുപോലെ കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ എത്തിക്കാം. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കണ്ടല്ലേ, ഈ പാത്രത്തിൽ എണ്ണ ഒഴിക്കുമ്പോൾ തോനെ പോലെ തോന്നും. എണ്ണ ഇത്രയേ ഉള്ളൂ. 2 ടേബിൾ സ്പൂൺ നമ്മൾ എണ്ണ ചൂടായി വരുന്ന അതിനകത്തോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കേ. ഇനി ഇതിനകത്ത് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കേ. ഇതിലോട്ട് ഒരു 2 ഇടത്തരം സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കേ. ഈ ഉള്ളിയിലോട്ട് ഒരു 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കേ. ഒന്ന് നല്ല വഴന്നു വരണേ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്ദിയുണ്ട്. ഇതിനകത്ത് 2 തണ്ട് കറിവേപ്പില അത് ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിട്ട് കൊടുക്കാം. ഇത് പച്ചമണം മാറട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ റെഡിയായേ. ഇനി ഇതിനകത്ത് പൊടികളിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇളക്കട്ടെ, മിക്സ് ചെയ്യട്ടെ. കാര്യം മഞ്ഞൾപ്പൊടിക്കാണ് ഏറ്റവും കൂടുതൽ കാര്യം ഇത് മേടിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്, പൊടിക്കുന്നതല്ല. ബാക്കിയെല്ലാം വീട്ടിൽ പൊടിക്കുന്ന സാധനങ്ങളാണ്. കാര്യം പ്രത്യേകിച്ചും മല്ലിപ്പൊടിക്ക് കറിക്ക് ടേസ്റ്റ് വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് എടുത്ത മല്ലിയായിരിക്കണം. അല്ലാതെ വെളിയിൽ നിന്ന് മേടിക്കുന്ന മല്ലിപ്പൊടിക്ക് ഒരു ടേസ്റ്റും ഇല്ല. കറിക്കും ആ വ്യത്യാസം വരും. ഇനി ഇതിനകത്ത് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിരിയമുളക് പൊടിയാണേ. നിങ്ങൾക്ക് എരിക്ക് വേണമെങ്കിൽ എരി അനുസരിച്ചിട്ട് വേണം മറ്റേ മുളക് പൊടി ഇടാം. പിന്നെ
നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ എടുത്ത് പൊടിച്ച് വെച്ചാൽ ഒരാഴ്ചത്തേക്ക് പൊടിച്ചാൽ മതി. മല്ലിയൊക്കെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, എല്ലാം മിക്സ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറവേ ഉലുവപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇനി ഇതിനകത്ത് വലിയൊരു തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറിയ തീയിൽ നമുക്ക് അടച്ചു വെച്ച് തക്കാളി ഒന്ന് വേവിക്കാം. തക്കാളി നല്ല വേവണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒന്ന് കവർ ചെയ്ത് കൊടുക്കേ. നമ്മുടെ തക്കാളിയൊക്കെ നോക്കാം. ചെറിയ തീയിലായിരിക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോടിയത്. ഇനി ഇതിനകത്ത് എല്ലാം നല്ല മിക്സായേ. ഇനി ഇതിനകത്തോട്ട് ഈ പേരക്കയില്ലേ അതിട്ട് കൊടുക്കാം. എല്ലാം നല്ല മിക്സ് ആക്കിയിട്ട് ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കേ. തീരെ ചെറിയ തീയിലായിരിക്കണം. ഇത് അടച്ചു വെക്കാം. 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ പേരയ്ക്ക നോക്കാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്രയും മതിയേ. ഇനി ഈ മീഡിയത്തിൽ തീയിട്ട് കൊടുത്തിട്ട് കൊടുക്കേ. എന്നിട്ടൊരു 3-4 മിനിറ്റ് ഇങ്ങനെ തിളച്ച് വേവട്ടെ. നമ്മളെ കറി നോക്കേ. ഒരു 5 മിനിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് വേവിക്കാനായിട്ടെ. വേവിക്കാൻ നോക്കട്ടെ. ഓക്കെ, വെന്ത് വരുന്നുണ്ട്. ഇനി ബാക്കി സമയം കൂടെ കൊണ്ടത് എല്ലാം നല്ല രീതിയിലാവുമേ. ഇനി ഇതിനകത്ത് കുറച്ച് പുളിയേ മതിയേ. 1 ടീസ്പൂൺ പുളി,
ഇതിൽ ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി, ഇത് തീരെ കുറച്ചിട്ട് ഇനി ഇത് ഒരു 2 മിനിറ്റ് ഇങ്ങനെ അടച്ചിട്ട് വേവിക്കാം. നമ്മളെ പേരയ്ക്ക കറി നോക്കേ. ഇതിനകത്ത് ഒരു ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കേ. 1 ടീസ്പൂൺ വേണ്ട, മതിയേ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തേ. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര, ഇത് പൊടി ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിന് ഇച്ചിരി മധുരം കുറവാണ്. കട്ട ശർക്കരയാണെങ്കിൽ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുക, ചെറിയൊരു കഷ്ണം. പിന്നെ എരിയും പുളിയും മധുരമൊക്കെ ഇത് ഉപ്പൊന്ന് നോക്കേ. സൂപ്പർ. ഉപ്പ് ഇച്ചിരി കുറവാണ്. ഈ എരിയും പുളിയൊക്കെ ആയപ്പോഴത്തേക്ക് ഉപ്പൊന്ന് കുറഞ്ഞു, മധുരമൊക്കെ ഉള്ളപ്പോൾ. നല്ല ടേസ്റ്റായി കറിക്ക്. ആ പേരക്കയുടെ ആ ഒരു ടേസ്റ്റോ അങ്ങനെ ഒന്നും വരുന്നില്ല. പച്ചയ്ക്ക് തിന്നാൻ ഈ പേരയ്ക്ക് നല്ലൊരു ഇളം മധുരമൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇപ്പം ഞാൻ നോക്കിയപ്പം പേരയ്ക്ക കഴിച്ച് നോക്കിയപ്പം പേരയ്ക്ക പുളിക്കുന്നു. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കട്ടെ. കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ചു വെക്കേ. തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി 1-2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ കറി നോക്കേ. ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇളക്കട്ടെ. ഓക്കെ, നല്ല കൊറുകൊറുത്ത കറി. ആ പേരക്കൊക്കെ നല്ല വെന്ത്. പേരക്ക ഇടുമ്പോൾ ഇനി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കേ. ഇത് എല്ലാത്തിനും പറ്റിയൊരു കറിയാണ്, ചപ്പാത്തിക്കും ചോറിനും. നമുക്ക് സൂപ്പർ ടേസ്റ്റി പേരയ്ക്ക കറി, അടിപൊളി കറിയാണ്, നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എഴുതാൻ മറക്കല്ലേ. പിന്നെ അടുത്ത കറിയായിട്ട്, അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം